ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. 8 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ്, സീരീസ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, ഇതിന് തൊട്ട് മുമ്പേ തന്നെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. സുയൽ ദ വോർട്ടെക്സ് എന്ന് പറഞ്ഞ സീരീസിൻ്റെ സെക്കൻഡ് സീസണിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരിത് കണ്ടു നോക്കുക, കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സീരീസാണ് ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഡെയർ ഡെവിൾ ബോൺ എഗെയിൻ എന്ന് പറഞ്ഞ സീരീസാണ്. ഈ ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. US ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ 7 കൂടി ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് 2 എപ്പിസോഡുകളാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത എപ്പിസോഡുകളൊക്കെ അടുത്തടുത്ത ഓരോ ആഴ്ചകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. മൊത്തം 9 എപ്പിസോഡുകളാണുള്ളത്. ലാസ്റ്റ് എപ്പിസോഡ് ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ജാതകം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് ഈ 3 OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആഴ്ച നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ചയായിരിക്കും മിക്കവാറും റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും എപ്പോൾ വേണമെങ്കിലും ഈ സിനിമയുടെ റിലീസ് ഈ 1-2 ആഴ്ചകൾക്കുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഹെഡ് ഹൈസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വീഡിയോ സ്റ്റോറിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. 2 ഓപ്ഷനിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇൻസീഡിയസ് ചാപ്റ്റർ 3 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് MX പ്ലെയറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. അജയ് വാസ്തവൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മുറിവ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ യൂട്യൂബിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. കുഴന്തകൾ മുന്നേറ്റ ഘടകം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കുഴന്തകൾ മുന്നേറ്റ ഘടകം തമിഴ് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തമിഴിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക. അമർലൂർ സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്ന കമന്റ് ബോക്സിൽ പലരും ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ചകൾക്കുള്ളിൽ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമർലൂർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് OTT പ്ലാറ്റ്ഫോം എന്നുള്ള കാര്യങ്ങളൊന്നും ഇത് അപ്ഡേറ്റ് പറഞ്ഞിട്ടില്ല. എന്നാൽ 2 ആഴ്ചകൾക്കുള്ളിൽ ഈ ഒരു സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാവന പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഷാജി കലെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ. കമന്റ് ബോക്സിൽ എപ്പോഴും എല്ലാ വീഡിയോയ്ക്ക് താഴെയും കമന്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹണ്ട് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തോ, ഏത് OTT പ്ലാറ്റ്ഫോമാണ്, എന്നാണ് റിലീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കമൻറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാറുണ്ട്. എന്തായാലും ഈ സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് എന്നായിരുന്നു ഏറ്റവും അവസാനമായിട്ട് വന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹലോ മമ്മി വന്നതുപോലെ വന്നേക്കാം ഈ സിനിമ ആമസോൺ പ്രൈമിൽ വന്നേക്കാം. എന്തെങ്കിലും അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.